ബിഗ് ബോസ് മലയാളത്തിന്റെ ഓരോ സീസണുകളും ആരംഭിക്കുന്നതിനും അവസാനിക്കുന്നതിനും ഒട്ടേറെ ചർച്ചകളും പ്രശ്നങ്ങൾക്കും തുടക്കമിട്ടതുകൊണ്ടാണ്. സീസൺ 7-ലുണ്ടായ സംഭവവികാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സമൂഹമാധ്യമത്തിൽ ഇനിയും അവസാനിച്ചില്ല. ബിഗ് ബോസിലേക്ക് എത്തുന്ന മത്സരാർത്ഥികളെക്കുറിച്ചും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മാറാനും ഷോ സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നല്ല പേര് സ്വന്തമാക്കി ഷോ വിട്ടുപോയവർ നിരവധി പേരാണ്. പ്രേക്ഷകർ ഇനിയുള്ള കാത്തിരിപ്പ് സീസൺ 8 വേണ്ടിയുള്ളതാണ്. എന്നായിരിക്കും ഷോ ആരംഭിക്കുക എന്ന വിവരവും ഔദ്യോഗികമായി ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഇത് പ്രേക്ഷകരെ ആകാംക്ഷ മുൾമുനയിൽ നിർത്തുന്നു. മുൻ വർഷങ്ങളിൽ സംഭവിച്ചതുപോലെ വർഷങ്ങളുടെ കാത്തിരിപ്പ് പുതിയ സീസണിന് വേണ്ടിവരുമോ എന്ന സംശയവും പലർക്കുമുണ്ട്. 2025 നവംബറിലായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ നടന്നത്. അത് കഴിഞ്ഞ് ഉടനെ വരാമെന്നും പറഞ്ഞ് അവതാരകനായ മോഹൻലാൽ പോയതല്ലാതെ വിവരമൊന്നുമില്ലല്ലോ എന്ന പരിഭവത്തിലാണ് പ്രേക്ഷകരും. ഇനി വരാതിരിക്കുമോ എന്ന സംശയം അവർക്കുണ്ട്. ടെലിവിഷൻ താരം അനുമോളായിരുന്നു സീസൺ 7 കപ്പ് ഉയർത്തിയത്. വലിയ കോളിളക്കമുണ്ടായ ഈ സീസൺ കുടുംബ പ്രേക്ഷകരുടെ വോട്ടെത്താതെ അനുമോളെ തേടിയെത്തിയതും. അനുമോൾ വിജയത്തിനെതിരെ സഹമത്സരാർത്ഥികൾ പലരും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിൽ നടൻ സാബുമോനായിരുന്നു വിജയി. രണ്ടാം സീസൺ പാതിവെച്ച് ഉപേക്ഷിച്ചപ്പോൾ മൂന്നാം സീസൺ അവസാനിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ വോട്ടെടുപ്പോടെ മണിക്കുട്ടൻ വിജയിയായി. നാലാം സീസണിന്റെ കപ്പ് ഉയർത്തിയത് ദിൽഷയാണ്. അഞ്ചാം സീസണിൽ അഖിൽമാരാറും ആറാം സീസണിൽ ജിൻഡോയും ഏഴാം സീസണിൽ അനുമോളാണ് വിജയിയായത്. ബിഗ് ബോസിന്റെ പ്രധാന സ്പോൺസറായിരുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പ് CJ റോയിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഒട്ടുമിക്ക റിയാലിറ്റി ഷോയുടെയും സ്പോൺസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്തിടെ CJ റോയ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ മരണം ബിസിനസ് മേഖലയെ തിരിച്ചടിയായ പോലെ ബിഗ് ബോസിലും ബാധിച്ചു എന്ന സംശയം എല്ലാവരും പങ്കുവെക്കുന്നു.